ഇപ്പോൾ ഷപ്ന സിയാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷപ്ന, PC ജോർജ് മതവിദ്വേഷം വരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് ഇതാദ്യമല്ല. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുത് എന്ന കർശന ഉപാധികളോടെ സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചു. അത് ലംഘിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതി PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ. ഇപ്പോൾ കോടതിയിൽ നിന്ന് എന്തൊരു നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു അറസ്റ്റിലേക്കാണോ കാര്യങ്ങൾ പോവുക, അതോ മറിച്ചൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ലക്ഷ്മി, ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ PC ജോർജ് സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ കോടതി കേസിന്റെ വാദത്തിനിടെ തന്നെ പറഞ്ഞിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ഒട്ടും അനുവദിക്കാനാവുന്നതല്ല. നേരത്തെ 4 കേസുകൾ PC ജോർജിനെതിരെ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ ജാമ്യം നൽകുമ്പോൾ ജാമ്യ വ്യവസ്ഥ വെച്ചിരുന്നത് തന്നെ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്നതായിരുന്നു. അതിനുശേഷവും സമാനമായ കുറ്റകൃത്യം തന്നെ ആവർത്തിച്ചിരിക്കുന്നു. പിന്നീടാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ PC ജോർജ് കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള തുടർ നടപടി ഇപ്പോൾ ഏതായാലും കോടതിയിൽ കീഴടങ്ങിയ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ നൽകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ മറ്റ് നടപടികളുമായി പോലീസും മുന്നോട്ട് പോകും. അറസ്റ്റ് രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. കാരണം ഈ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു നീക്കം. ഇതനുസരിച്ച് PC ജോർജിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയിരുന്നു. എന്നാൽ PC ജോർജ് പാലാ DYSPക്ക് ഒരു കത്ത് നൽകുകയാണ് ഉണ്ടായത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്ന് രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ നേരിട്ട് എത്തിക്കോളാം എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശനി ഞായർ ദിവസങ്ങളായിരുന്നു, കോടതി അവധിയുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇന്ന് തിരഞ്ഞെടുത്തത് ഈ ജാമ്യാപേക്ഷ ഉടൻ തന്നെ നൽകാം എന്ന പ്രതീക്ഷയിലായിരിക്കും ഒരു പക്ഷേ ഇന്ന് കീഴടങ്ങിയിട്ടുണ്ടാകുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജാമ്യാപേക്ഷ നൽകും. അതിൽ കോടതി അത് പരിഗണിക്കുകയും ചെയ്യും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ നൽകിയാൽ പോലും ആദ്യ നടപടി എന്നത് റിമാൻഡ് ചെയ്യുക എന്നതായിരിക്കും. റിമാൻഡിന് ശേഷം മാത്രമാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ലെങ്കിൽ PC ജോർജ് ജയിലിലേക്ക് പോകേണ്ടി വരും. കാരണം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികൾ പോലീസ് ഏതായാലും ഉടൻ തന്നെ നീക്കും. കോടതിയിൽ ഇപ്പോൾ ഹാജരായി കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷം റിമാൻഡ് ചെയ്യണം എന്നൊരാവശ്യം പോലീസ് ഉന്നയിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ റിമാൻഡ് ചെയ്യുകയായിരിക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. അതോടൊപ്പം തന്നെ പോലീസ് ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷയും നൽകാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റഡി അപേക്ഷ നൽകിയാൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കില്ല. കസ്റ്റഡിയിൽ വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുത്തതിനു ശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ PC ജോർജ് ജയിലിലേക്കോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്കോ പോകേണ്ടി വരും. ഇന്ന് തന്നെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചാൽ മാത്രമായിരിക്കും ഇനി ഒരുപക്ഷെ ജയിലിൽ പോകാതെ PC ജോർജിന് പുറത്തിറങ്ങാനാകുക. ഏതായാലും ഹൈക്കോടതി തന്നെ വലിയ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത്. കാരണം ഒരു പൊതുപ്രവർത്തകൻ നിരവധി വർഷങ്ങൾ 30ലേറെ വർഷങ്ങളായി പൊതുരംഗത്തുള്ള ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായി. ഒരു പ്രകോപനത്തിന്റെ പേരിൽ മറ്റു ചാനൽ ചർച്ചയിൽ ഇരുന്ന മറുപക്ഷത്തിരുന്ന ആൾ പ്രകോപനം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി ഈ രീതിയിൽ സംസാരിക്കുന്നയാൾ രാഷ്ട്രീയ രംഗത്ത് തുടരാൻ അർഹതയില്ല എന്നതായിരുന്നു കോടതി പറഞ്ഞത്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഈ രാജ്യത്തിരുന്ന് ഇത്തരത്തിലുള്ള സംസാരം പാടില്ല എന്ന് ഹൈക്കോടതി തന്നെ ശക്തമായി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പോലീസ് അറസ്റ്റ് നടപടികൾ, അതായത് കോടതിയിൽ സറണ്ടറായി ഇനി പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. അതിനുശേഷം റിമാൻഡ് ചെയ്യുക എന്ന നടപടിയിലേക്കായിരിക്കും കോടതി പോകുക. പിന്നീടായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ മാത്രമേ PC ജോർജിന് പുറത്തിറങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? സേതുലക്ഷ്മി, ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലാണ് PC ജോർജ് കീഴടങ്ങിയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായമായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രായം, ആരോഗ്യ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും ഈ ജാമ്യാപേക്ഷ നൽകുക. അത്തരം കാര്യങ്ങൾ കോടതി ഒരുപക്ഷെ ഇന്ന് തന്നെ പരിഗണിച്ചേക്കും. പക്ഷേ ഇതിനിടയിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ, കസ്റ്റഡി അപേക്ഷ നൽകിയോ കസ്റ്റഡിയിൽ വേണം എന്ന് പോലീസ് ആവശ്യപ്പെടുകയോ ചെയ്താൽ അതിൽ തീരുമാനമാകാതെ ജാമ്യാപേക്ഷയിൽ തീരുമാനം കോടതി പറയില്ല. PC ജോർജിന്റെ
അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള രാവിലെ മുതൽ തന്നെ നമ്മൾ ആ ഒരു പി സി ജോർജിന്റെ വീടിന്റെ മുന്നിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തുന്നു, BJP പ്രവർത്തകരെത്തുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ഈരാറ്റുപേട്ട കോടതിയിൽ നാടകീയമായി പോയി കീഴടങ്ങുന്നു. അഭിഭാഷകനൊപ്പം പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങുന്നത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം മറികടന്നാണ് എത്തുന്നത്. ഇപ്പോൾ നേരത്തെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചത്. പി സി ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടതും. ഷപ്ന സേത് തുടരുന്നുണ്ട് നമുക്കിപ്പം. ഷപ്ന, പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാത്തു നിൽക്കുമ്പോഴാണ് നാടകീയമായി പി സി ജോർജ് അഭിഭാഷകനൊപ്പം പോയി കോടതിയിൽ കീഴടങ്ങുന്നത്. അത് ഒരുപക്ഷെ ഈ ഒരു അഭിഭാഷകന്റെ കൂടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെയും അതുപോലെ ശനി ഞായർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതി അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ ഇത്തരത്തിൽ അവധി അപേക്ഷ നൽകിയത്. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതാണ്. അതിനുശേഷം പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്ന നീക്കത്തിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിയിരുന്നു എന്ന് ആ കത്തിൽ തന്നെ, അതായത് പാലാ DYSPക്ക് കൊടുത്ത കത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. പോലീസ് വീട്ടിലെത്തിയിരുന്നു, പക്ഷേ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തിങ്കളാഴ്ച രാവിലെ നേരിട്ടെത്താം എന്ന് പാലാ DYSP